ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു 3 month ബിയേർഡ് കറക്റ്റായിട്ട് ഗ്രോ ചെയ്യാം. അതായത് എൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 to 24 ആണ്. അതായത് ഒരു ഡിഗ്രി, +1 +2, അത് +1 +2 അല്ല, ഡിഗ്രിക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നല്ലൊരു കാര്യം, അതായത് ഇപ്പം സ്കൂളുകളൊക്കെ അടച്ചിരിക്കുകയാണ്, കോളേജിലെല്ലാം ലീവിൻ്റെ ഒരു ടൈമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് 3 month ബിയേർഡ് ഗ്രോത്ത്, അല്ലെങ്കിൽ 2 month. 3 month ആണ് ഞാൻ പെർഫെക്റ്റ്ലി പറയുന്നത്. 2 month കൊണ്ട് ഒന്നും ആവത്തില്ല താടി. ഇപ്പോൾ അത് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് റുട്ടീൻ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ ഒരു താടി കൊണ്ടുപോകാം എന്ന് നമുക്ക് ഈ വീഡിയോ പറയാം. പെട്ടെന്ന് തന്നെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, കമോൺ. ഇപ്പോഴും നമ്മൾ ആദ്യമായിട്ടാണ് ബിയേർഡ് വളർത്തുന്നതെങ്കിൽ, അതായത് നമ്മൾ നല്ല രീതിയിൽ ഒരു 3 മാസം ഒരേപോലെ കൊണ്ട് നടക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ആദ്യത്തെ കാര്യമാണ് 3 line റൂൾ ഓഫ് ബിയേർഡ്. കേട്ടിട്ടുണ്ടാവാൻ വഴി കുറവാണ്. 3 line റൂൾ എന്ന് പറയുന്നത് 3 ലൈനുകളാണ്. നമ്മൾ ബാർബേഴ്സ്, അതായത് നല്ല രീതിയിൽ ഗ്രൂം ചെയ്യുന്ന ബാർബേഴ്സിനൊക്കെ ഈ ഒരു കാര്യം അറിയാം. അപ്പം 3 line റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലൈനാണ്, ഒന്നാമത്തെ ലൈൻ. അതായത് ഈ ഒരു ചെവിയിൽ നിന്ന് മാറ്റിയിരുന്ന ഈ ഒരു ലൈൻ. രണ്ടാമത്തത് ഈ ഒരു ലൈൻ, അതായത് നമ്മുടെ ചെവിയുടെ ഈ ഒരു പോർഷനിൽ നിന്ന് ചുണ്ടിൻ്റെ ഈ ഒരു പോർഷനിലോട്ട് വരുന്ന ഈ ഒരു ലൈൻ. ചെവിയുടെ മുകളിൽ നിന്ന് ചുണ്ടിൻ്റെ സൈഡിലോട്ട് ഈ ഒരു ലൈൻ. ദെൻ മൂന്നാമത്തെ എന്ന് പറയുന്നത് കഴുത്തിൻ്റെ നമ്മുടെ ആദംസ് ആപ്പിളിൻ്റെ തൊട്ട് മുകളിൽ നിന്നിട്ട് ചെവിയുടെ ബാക്കിലോട്ട്, ചെവിയുടെ താഴോട്ട് വന്നിരിക്കുന്ന ഈ ഒരു ലൈൻ. ഇപ്പോൾ ഈ ഒരു 3 ലൈൻ നമ്മൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്തുകൊണ്ടാണ് സാധാരണ നമ്മുടെ എല്ലാവരും കടയിൽ പോയിട്ട് താടി വെട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ താടി നമ്മൾ ഗ്രൂം ചെയ്യുന്ന സമയത്ത് അവർ വെട്ടി നമ്മളെ വിടുന്നത്. അപ്പോൾ നമ്മൾ 3 മാസം ബിയേർഡ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാനുള്ള കാര്യം ഈ 3 എടുക്കാതിരിക്കുക. എത്രത്തോളം ബിയേർഡ്, എത്രത്തോളം ഇതിനൊരു പോക്ക്, എത്രത്തോളം എവിടൊക്കെയാണ് നമുക്ക് രോമം ഉള്ളത് അല്ലെങ്കിൽ ഹെയർ ഉള്ളത് എന്ന് കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കും. ആ ഒരു 3 മാസം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത്, അത് ജസ്റ്റ് വളർത്തി വിടുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ളൊരു കാര്യമാണ്, ആൻഡ് ദാറ്റ് ഈസ് കയ്യിൽ ട്രിമ്മർ ഉണ്ടെങ്കിൽ, കയ്യിൽ ഷേവിങ് സെറ്റ് ഉണ്ടെങ്കിൽ, കയ്യിൽ കത്രിക ഉണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എടുത്തങ്ങ് മാറ്റി വയ്ക്കുക. നിങ്ങൾ ആരെങ്കിലും എടുത്ത് കൊടുത്താലും മതി, കുറച്ച് ദിവസത്തേക്ക് എടുത്ത് മാറ്റി വെച്ചേക്കുക. അതായത് ഇപ്പം എനിക്കാണെങ്കിൽ പോലും ഈ ഒരു സാധനം അവിടെ ഇരിക്കാൻ പാം, ഇപ്പം ഒരു ഐഡിയ, ഇങ്ങനെ ഒന്ന് ആക്കിയാൽ എങ്ങനെ ഉണ്ട്, ഇത് കൊള്ളായിരിക്കുമല്ലോ എന്നൊരു ഐഡിയ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് താടി ഷേപ്പ് ചെയ്തോളെ അല്ലെങ്കിൽ ട്രിം ചെയ്തോളെ. അപ്പോഴതുകൊണ്ട് ഈ 3 സാധനം എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം ഇനിയിപ്പോൾ എടുക്കണ്ടേ, സാധനം തപ്പി കണ്ടുപിടിക്കണ്ടേ എന്നൊരു മൈൻഡിൽ നമ്മൾ ആ ഒരു ടെംപ്റ്റേഷനിൽ നമ്മൾ മാറിപ്പോവും. അത് താടി വളർത്താൻ വേണ്ടി നമ്മളെ സഹായിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് ഒരു ബിയേർഡ് ഓയിൽ യൂസ് ചെയ്യുക. കാരണം ആദ്യമായിട്ട് താടി വളർന്ന ഒരാളാണെങ്കിൽ ഇച്ചിങ് എന്ന് പറഞ്ഞ സാധനം ഉറപ്പായിട്ടും വരും. ഇച്ചിങ് ഉള്ളത് നിങ്ങൾക്കൊരു പ്രശ്നമല്ല. സത്യം പറഞ്ഞാൽ ഇച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താടിയുടെ ഗ്രോത്ത് കൂടുന്നതിനും ഈ ഒരു ഉപകരിക്കും ഈ ഒരു ഇച്ചിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓരോ സ്പോർ പൊട്ടി പുറത്ത് വരുന്നതിന് ഈ ഒരു ഇച്ചിങ് വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇച്ചിങ് നിങ്ങൾ കാര്യം കൊണ്ട് ഒരു ബിയേർഡ് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിങ് തനിയെ വെക്കോളും. പിന്നെ 3 month ബിയേർഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും വയ്ക്കുന്നത് 3 മാസം കൊണ്ട് വളർന്നിറങ്ങുമെന്ന് വിചാരിക്കും. ഒരിക്കലും ഇല്ല. 3 മാസം കൊണ്ട് ഏകദേശം ഇത്രയൊക്കെ വരത്തോളൂ. അതുകൊണ്ട് 3 മാസത്തെ ബിയേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളാരും 3 മാസമൊക്കെ ആകുമ്പോൾ ഇവിടം വരെയൊക്കെ പോകും എന്നൊന്നും ചിന്തിക്കുക വേണ്ട, അത്രയൊന്നും വരത്തില്ല. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും നമ്മുടെ സാധാരണ മുഖം കഴുകുമ്പോഴത്തേക്ക് നമുക്കറിയാം, മുഖം മൊത്തം നമ്മൾ സോപ്പിട്ട് കഴുകാറാണ് പതിവ്, അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ട് കഴുകാറാണ് പതിവ്. പക്ഷേ താടി വളർത്തി തുടങ്ങിയാൽ ഈ ഒരു 3 month നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പം ഒരു ദിവസം നമ്മൾ മുഖം മുഴുവനായിട്ട്, അതായത് നമ്മുടെ താടി ഉൾപ്പെടെ സോപ്പിട്ട് കഴുകാതിരിക്കുക. അത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഓയിൽസ് ഉണ്ട് നമ്മുടെ മുഖത്ത് തന്നെ. അപ്പോൾ ഈ സാധനം, അതിന് കൊളാജൻ, ഈ ഒരു സാധനങ്ങളെയെല്ലാം ഈ ഒരു സോപ്പ് കഴുകി കളയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസം കൂടുമ്പോൾ മാത്രം ഒരു മൈൽഡ് സോപ്പ്, അതായത് ഞാൻ പറയുന്ന ഒരു ബേബി സോപ്പോ അല്ലെങ്കിൽ ഒരു പിയേഴ്സ് കണക്കുള്ള സോപ്പോ ഡോവ് കണക്കുള്ള സോപ്പോ ഏതെങ്കിലും ഒരെണ്ണം ഒഴിച്ച് ചെറുതായിട്ട് മാത്രം ഒന്ന് കഴുകി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള അഴുക്കുകൾ, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തൊരു നല്ലൊരു യാത്ര പോയിട്ട് വന്നിട്ടാണെങ്കിൽ കുഴപ്പമില്ല, കാരണം അതിനകത്തുള്ള അഴുക്കുകൾ പോകാൻ സഹായിക്കും. പക്ഷെ അല്ലാതെ ഒരിക്കലും സോപ്പിട്ട് ഡെയിലി താടി കഴുകാതിരിക്കുക. നമ്മളെ ഒരു കൊളാജൻ്റെ പ്രൊഡക്ഷൻ കുറയും. അതുപോലെ തന്നെ താടി ഡ്രൈ ആവും, ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവും, ബ്രേക്കേജുകൾ ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടിപ്പ് നിങ്ങളെ സഹായിക്കും. പിന്നെ പറയാനുള്ളത് മസാജിങ് ആണ്. മസാജിങ് നിങ്ങൾ തനിയെ ചെയ്തോളൂ. ഇപ്പം ആദ്യമായിട്ടാണ് താടി അത്രയും ദിവസം വളർന്നതെങ്കിൽ എന്തായാലും ഇച്ചിങ് ഉറപ്പാണ്, ചൊറിച്ചിൽ ഉറപ്പാണ്.
ഒരു എനിക്ക് താടി വളർത്തുമ്പോൾ ചൊറിച്ചിലില്ല. ഒരുമാതിരിപ്പെട്ട കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് താടി ചൊറിച്ചിലുണ്ട് ഇങ്ങനെ വളർത്തുമ്പം എന്നുള്ളത്. എനിക്കത് ചൊറിച്ചില്ല. പക്ഷെ ഒരു മേജർ ഗ്രൂപ്പിന് അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ പറയാം, നിങ്ങൾ അങ്ങനെ ചൊറിയുന്ന സമയത്ത് ഒന്ന് കൈ കയറ്റി നമ്മൾ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ താടി, ഞാൻ ഈ പരിപാടി എനിക്ക് എപ്പോഴും ഉള്ളതാണ്. ഞാൻ ഇങ്ങനെ താടി മസാജ് ചെയ്യാറുണ്ട്, എപ്പോഴും ചെയ്യും. ഒരു രസമാണ് അത്. അപ്പോഴേ ഈ ഒരു രീതി നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കൈ എടുക്കാൻ തോന്നത്തില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇച്ചിങ്ങും പോവും. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് കൂടാൻ വേണ്ടി, ബിയർഡ് ഗ്രോത്ത് കൂടാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിരുന്ന നിങ്ങൾക്ക് പറയുന്ന ടിപ്പുകൾ, 3 മാസത്തെ ബിയർഡത്. അപ്പോൾ ഈ ഒരു 3 മാസം നിങ്ങൾ വളർത്തി വെക്കുക. ഇപ്പം ഏപ്രിൽ ആയിട്ടുണ്ട്, മെയ് ജൂൺ അവസാനം വരെ വളർത്തുക. ഓക്കെ, ഏപ്രിൽ ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോഴ് വളർത്തി വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിന് ശേഷം എന്നോട് പറയുക. സോ ഹാവ് എ നൈസ് ഡേ.